ഹായ് ഡിയേഴ്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പാൻ ടോസ്റ്റിൻ്റെ റെസിപ്പി തന്നെയാണ്. ഇതിൽ ഞാൻ ഫിഷ് സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പാൻ ടോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, വളരെ ടേസ്റ്റുമാണ്. പിന്നെ ഇത് ഫിഷ് കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഞാൻ ചീസൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് വേണമെങ്കിൽ ചീസ് ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് മീലാണ് കേട്ടോ. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് മീലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ ഒരു എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. മുട്ട ഒരെണ്ണം, രണ്ടെണ്ണത്തിലാണ് സാധാരണ ചെയ്യണമെങ്കിലും ഞാൻ ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. കൂടുതൽ എഗ്ഗ് കഴിച്ചാൽ കൊളസ്ട്രോളൊക്കെ കൂടും, അപ്പോൾ അതനുസരിച്ച് എഗ്ഗ് ചേർക്കാം. പിന്നെ പോരാത്ത ഒരു എഗ്ഗിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് കാൽ കപ്പ് പാലും കൂടി ചേർക്കും. കാൽ കപ്പ് അളന്നെടുക്കുകയാണെങ്കിൽ ഒരു 7 ടീസ്പൂൺ പാല് കാണും. അതിനാണ് ഞാൻ നിങ്ങൾ അളന്നെടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരു 7 ടീസ്പൂൺ പാലും കൂടി ചേർത്തിട്ട് ഈ കോൺഫ്ലവറും മുട്ടയും പാലും പിന്നെ ഇതിന് വേണ്ട ടേസ്റ്റിന് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ബീറ്റ് ചെയ്യാം നന്നായിട്ട്. ഈ കോൺഫ്ലവറൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേരണം. പിന്നെ ഇത് നമ്മൾ പാനിലേക്ക് വറക്കാൻ ഇടുമ്പോഴും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ കോൺഫ്ലവറൊക്കെ താഴെ സെറ്റിൽ ചെയ്ത് ഇരിക്കും. അതുകൊണ്ട് പാനിലേക്ക് ഒഴിക്കുന്ന അവസരത്തിൽ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം എഗ്ഗ് ചേർക്കാൻ. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 2 ടീസ്പൂൺ ഗ്രേറ്റഡ് ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്ലൈസ് ബ്രെഡ് കട്ട് ചെയ്തിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുക്കിംഗ് ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും 1 ടീസ്പൂൺ നന്നായിട്ട് ചതച്ച വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. വെളുത്തുള്ളി ഒന്ന് സോട്ടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 ടീസ്പൂൺ ചോപ്പ് ചെയ്ത അണിയനും ഒരു ചെറിയ പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടി ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയ്ക്ക് ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിത് ഒരു ടോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കൂടുതൽ വേണ്ടവർക്ക് ഈ അളവനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. സോസൊക്കെ നന്നായിട്ട് സവാളയിൽ പിടിച്ചതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ ഹോട്ട് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു 50 ഗ്രാം ഫിഷ്, ബോയിൽ ചെയ്ത ഫിഷാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സവാളയും സോസൊക്കെ മിക്സ് ചെയ്തിരിക്കുന്ന അതിലേക്ക് ഈ പൊടിച്ചിട്ട മീനും കൂടി ചേർത്ത് കൊടുക്കുക. 50 ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു പീസ്. അത് ഒരു ടോസ്റ്റിന് വേണ്ടതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് സോട്ട് ചെയ്യുക. ഒരു 2-3 മിനിറ്റെങ്കിലും ഒന്ന് സോട്ട് ചെയ്യണം നന്നായിട്ട്, ഈ മസാലയും എല്ലാം കൂടി പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഹണിയാണ് ചേർത്ത് കൊടുത്തത്. ഹണിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൂടുതൽ ചൂടാക്കണ്ട, അപ്പം തന്നെ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ എഗ്ഗ് ഫ്രൈ ചെയ്യാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കുക. ബട്ടർ നന്നായിട്ട് പാൻ്റെ എല്ലാ ഭാഗത്തേക്ക് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്രഷ് കൊണ്ട് തടവുക. എന്നിട്ട് അതിലേക്ക് നല്ല ചൂടിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. പാൻ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഈ എഗ്ഗ് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ഒരു വശത്ത് ബട്ടർ തേച്ച ബ്രെഡാണ് കേട്ടോ ഇത്.
അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുക. ബട്ടർ തേച്ച ഭാഗം മുകളിൽ വരത്തക്ക വിധം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇത് അടിവശം മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും 2 ബ്രെഡിൻ്റെ താഴെയും സ്പൂണ് വരത്തക്ക വിധം നമ്മൾ കയറ്റി വെച്ചിട്ട് മറിച്ചിടുക. ഇല്ലെങ്കിൽ അറ്റത്താണെങ്കിൽ മറിച്ചിടുമ്പോഴേക്കും ഒരു ബ്രെഡ് സ്കിപ്പ് ചെയ്ത് പോകും. അത് വരാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റില്ല. മറിച്ചിട്ടതിന് ശേഷം എഗ്ഗിൻ്റെ 4 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇതുപോലെ ബ്രെഡിൻ്റെ 4 വശത്തും ആകത്തക്ക വിധം ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. അതായത് ബ്രെഡിൻ്റെ ഉള്ളിൽ വരും ഇത് നമ്മൾ മടക്കി കഴിയുമ്പോഴേക്കും. എന്നിട്ട് ഇതിൻ്റെ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് മസാല അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഫിഷ് സോസൊക്കെ ആയിട്ട് നമ്മൾ മസാല ഉണ്ടാക്കിയില്ലേ, അത് ഇതിൻ്റെ പുറത്തേക്ക് ഒരു ബ്രെഡിൻ്റെ മുകളിൽ വരത്തക്ക വിധം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് അണിയൻ സ്ലൈസസും പിന്നെ തക്കാളി സ്ലൈസ് ചെയ്തതൊക്കെ നമ്മൾക്ക് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ക്യാബേജ് ലീഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെറ്റ്യൂസിൻ്റെ ഇലയോ ഒക്കെ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കൈകളിലുള്ളത് എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിളിൻ്റെ ലീഫി വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മറ്റേ സൈഡിൽ ബ്രെഡിൻ്റെ ആ ഭാഗം ഇതിൻ്റെ പുറത്തേക്ക് മടക്കി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്കിപ്പായി പോയിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ടത് അതിൻ്റെ നേരെ ആക്കിയതിന് ശേഷം കുറച്ച് ബട്ടർ തടവുക. ബട്ടർ തടവിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്യുമ്പോൾ ബട്ടർ എല്ലാ ഭാഗത്തും ആകും. എന്നിട്ടിത് മറിച്ചും തിരിച്ചും ഇട്ട് നല്ല മൊരിയത്തക്ക വിധം ഫ്രൈ ചെയ്തെടുക്കുക. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ടോസ്റ്റാണ് കേട്ടോ ഇത്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിച്ചിരിക്കണം. അപ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇതിപ്പോൾ ചെയ്യാനായിട്ട്. കണ്ടോ, നന്നായിട്ട് മുരിച്ചെടുക്കുക. നമ്മൾ ഈ ഭാഗത്ത് എഗ്ഗൊന്നും ഇല്ല, ഈ ഭാഗത്ത് നമ്മൾ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ബട്ടർ തേച്ച ഭാഗമാണ് ഇപ്പോൾ ബ്രെഡിൻ്റെ ഇപ്പോൾ കാണുന്നത്. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ഉള്ളിൽ എഗ്ഗിൻ്റെ ബാറ്ററും ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റഫ് ചെയ്ത മീനിൻ്റെ മസാലയുമുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. വളരെ സ്മൂത്തായിട്ടിരിക്കണം, പുറമൊക്കെ നല്ല മൊരിഞ്ഞാണ് ഇരിക്കണം കേട്ടോ. ചൂടോടുകൂടി കഴിക്കുക. തണുത്ത് കഴിഞ്ഞാൽ ഇത്രയും ക്രിസ്പിനെസ് ഉണ്ടാവില്ല. ഇതിപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഫിഷ് മസാലയൊക്കെ ഇരിക്കുന്നത് കാണാവുന്നതാണ്. വളരെ ഡെലീഷ്യസാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. വളരെ ഡെലീഷ്യസാണ്, ഹെൽത്തിയുമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ടോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, ഇതിനകത്ത് എഗ്ഗ് ഉണ്ട്, പിന്നെ നമ്മളെടുത്ത് വെച്ച ഫിഷ് മസാലയുമുണ്ട്. വളരെ അട്രാക്റ്റീവാണ് കാണാനും, വളരെ ഡെലീഷ്യസുമാണ്. അപ്പോൾ ഈ ടോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു ഇതുപോലെയുള്ള റെസിപ്പിയുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്. താങ്ക് യു.